നമസ്കാരം. ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വാർത്തകളുമായി വാർത്താ സന്ധ്യ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും വാർത്താ സന്ധ്യയിലേക്ക് സ്വാഗതം. ഞാൻ അനുജ. ആദ്യ വാർത്തയിലേക്ക്. സംസ്ഥാന പദവി ആവശ്യപ്പെട്ട ലഡാക്കിൽ വൻ സംഘർഷം, 4 പേർ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ട്. 70-ലേറെ പേർക്ക് പരുക്കേറ്റു. പോലീസും പ്രക്ഷോഭകരും തമ്മിൽ ഏറ്റുമുട്ടി. BJP ഓഫീസിനും CRPF വാഹനത്തിനും പ്രക്ഷോഭകർ തീയിട്ടു. സംഘർഷത്തിന് പിന്നാലെ സമര നേതാവ് സോനം വാങ്ചുക് നിരാഹാര സമരത്തിൽ നിന്ന് പിന്മാറി. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിന് സംസ്ഥാന പദവി നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. പ്രധാന നഗരമായ ലേയിൽ പ്രക്ഷോഭകർ തെരുവിലിറങ്ങി പോലീസുമായി ഏറ്റുമുട്ടി. കല്ലേറുണ്ടായി. പ്രക്ഷോഭകർക്ക് നേരെ പോലീസ് ലാത്തിചാർജും കണ്ണീർവാതകവും പ്രയോഗിച്ചു. CRPFന്റെ വാഹനത്തിനും BJP ഓഫീസിനും പ്രക്ഷോഭകർ തീയിട്ടു. സമാധാനത്തിന്റെ പാതയെക്കുറിച്ചുള്ള തന്റെ സന്ദേശം പരാജയപ്പെട്ടുവെന്ന് സോനം വാങ്ചുക്. कि हम शांति के ही रास्ते से सरकार को कहें और सरकार भी मैं चाहता हूं कि शांति के संदेश को सुने. जब वो शांति को अनसुनी कर दें, 1 बार अनशन, 2 बार अनशन, 5 बार तक अनशन करे कोई, ले से दिल्ली तक पैदल चले आए शांति से. പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ നേതൃത്വത്തിൽ 15 ദിവസമായി നിരാഹാര സമരം നടന്നുവരികയായിരുന്നു. ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് ലേ അപെക്സ് ബോഡിയുടെ യുവജന വിഭാഗം പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചത്. സംഘർഷങ്ങളെ തുടർന്ന് ലേയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അടുത്ത മാസം 6-ന് ലേ അപെക്സ് ബോഡി കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് അംഗങ്ങളുമായി കേന്ദ്ര സർക്കാർ ചർച്ച നടത്തും. 24 ഡൽഹി. ഈ വാർത്തയുടെ ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി വിനീത വിജിയുണ്ട്. വിനീത, ഇത് കഴിഞ്ഞ 2 ആഴ്ചയായി നടന്നു വന്നിരുന്ന സമരമാണ്. പക്ഷേ ഇന്ന് സമരം അക്രമാസക്തമാകുന്ന കാഴ്ചയാണ് കണ്ടത്. അതിലിപ്പോൾ 4 പേർ കൊല്ലപ്പെട്ട് ഒട്ടേറെ പേർക്ക് പരുക്കുണ്ട് എന്ന വിവരം. സോനം വാങ്ചുക് നിരാഹാര സമരത്തിൽ നിന്ന് പിന്മാറി, അക്രമത്തിൽ നിന്ന് പിന്മാറണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എങ്ങനെയാണ്? അനുജ, ഈ ലഡാക്കിന് സംസ്ഥാന പദവി നൽകണമെന്ന ആവശ്യം ഏറെക്കാലമായി നിലനിൽക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ലഡാക്കിൽ ലേയിലുമൊക്കെ സമാനമായിട്ടുള്ള പ്രതിഷേധങ്ങളും സമരപരിപാടികളും ഒക്കെ തന്നെ നടന്നു വന്നിരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതാദ്യമായാണ് ആ പ്രതിഷേധങ്ങൾ ഇത്രയ്ക്ക് അക്രമാസക്തമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 14 ദിവസമായി പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ നേതൃത്വത്തിൽ അവിടെ നിരാഹാര സമരം പുരോഗമിക്കുകയായിരുന്നു. ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ലേ അപെക്സ് ബോഡിയുടെ യുവജന വിഭാഗം ഇന്ന് പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നത്. ഈ പ്രതിഷേധമാണ് പിന്നീട് വലിയൊരു പ്രക്ഷോഭത്തിലേക്കും ഒപ്പം തന്നെ അക്രമത്തിലേക്കും ഒരു വഴിവെച്ച സാഹചര്യമാണ് ഇന്നുണ്ടായിരുന്നത്. ഇന്ന് ഏതാണ്ട് ഒരു ഉച്ചയോടുകൂടിയാണ് ഈ ലഡാക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരമാണ് ഈ ലേ എന്ന് പറയുന്നത്. ഈ ലേ നഗരത്തിൽ ഈ പ്രതിഷേധക്കാർ ആ മേഖലകളിലേക്ക് എത്തുകയും അവർ പോലീസിന് നേരെ കല്ലെറിയുകയും ഒപ്പം തന്നെ പോലീസ് തിരിച്ച് കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ലാത്തി ചാർജ് നടത്തുകയും ഒക്കെ ചെയ്തു. അങ്ങനെ പോലീസും ഈ പ്രക്ഷോഭകരും തമ്മിൽ, പ്രക്ഷോഭകർ തെരുവിലേക്ക് ഇറങ്ങിയതോടുകൂടി പോലീസ് അവരെ തടയാനൊക്കെ തന്നെ ശ്രമിച്ചിരുന്നു. അതാണ് പിന്നീട് വലിയൊരു സംഘർഷത്തിലേക്കൊക്കെ തന്നെ മാറിയത്. പിന്നീട് ഈ പ്രക്ഷോഭകർ അവിടെയുള്ള ഒരു BJP ഓഫീസിനെ തീയിടുകയും ഒപ്പം തന്നെ CRPFന്റെ ഒരു വാൻ കത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ പ്രവർത്തകർക്ക് നേരെ, ഈ അപെക്സ് ബോഡിയുടെ യുവജന സംഘത്തിന്റെ പ്രവർത്തകർക്കൊക്കെ നേരെ പോലീസ് ലാത്തി ചാർജ് ഒക്കെ തന്നെ പ്രയോഗിക്കുകയും ചെയ്തിരുന്നു. ആ ദൃശ്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിരത്തുകളിൽ ഈ ലേ നഗരത്തിൽ ആകമാനം ഒരു വലിയ പ്രക്ഷോഭം തന്നെയാണ് ഇന്ന് ഉണ്ടായത്. ഇതിനെ തുടർന്ന് ഇപ്പോൾ ലേയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആൾക്കൂട്ടത്തിനോ അല്ലെങ്കിൽ ഇത്തരത്തിലേക്കുള്ള മാർച്ചുകൾക്കോ റാലികൾക്കോ ഒന്നും ഇനി അനുവാദം ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണെങ്കിലും ഈ അക്രമങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഇപ്പോൾ സോനം വാങ്ചുക് അദ്ദേഹം നടത്തി വന്നിരുന്ന നിരാഹാര സമരത്തിൽ നിന്നും പിന്മാറിയിട്ടുണ്ട്. ശരി, ലഡാക്കിൽ 4 മരണം സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുള്ള സമരമാണ്. അതിലാണ് സംഘർഷമുണ്ടായത്. ഇപ്പോൾ ലേയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട അടുത്ത വാർത്തയിലേക്ക്. ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ LDF സർക്കാരിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച NSS. കോൺഗ്രസിൽ നടക്കുന്നത് മുഖ്യമന്ത്രി ആരാണ് എന്ന തർക്കമാണെന്നും ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ വിമർശിച്ചു. ശബരിമല വിഷയത്തിൽ G. സുകുമാരൻ നായരുടേത് ശരിയായ നിലപാടെന്ന് വെള്ളാപ്പള്ളി നടേശൻ പിന്തുണച്ചു. NSS നിലപാടിനെ ദേവസ്വം മന്ത്രി VN വാസവൻ സ്വാഗതം ചെയ്തു. NSS നിലപാട് മാറ്റത്തിൽ ആശങ്കയുണ്ടെങ്കിലും പ്രതികരണം നടത്തി പ്രകോപിപ്പിക്കേണ്ട എന്നാണ് കോൺഗ്രസിന്റെ ധാരണ. ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്തുണ നൽകിയാണ് NSS സർക്കാരിനോട് അടുക്കുന്നത്. ശബരിമല വിഷയത്തിലെ പിന്തുണ സർക്കാരിലേക്ക് വ്യാപിപ്പിക്കുന്നുവെന്നാണ് സമുദായ നേതൃത്വത്തിന്റെ പ്രതികരണങ്ങളെന്ന് വ്യക്തമാകുന്നത്. ഈ ആഗോള സംഗമം വിജയമായിരുന്നു എന്ന് നമുക്ക് പറയാമോ? ഞാൻ അതൊന്നും വിലയിരുത്തുന്നില്ല. ഇവിടെ കാര്യം നടക്കണമെന്നാ. ശരി. ഈ വരുന്നതും ആള് കൂടുന്നതും മാത്രം ആ ഒരർത്ഥവും. ആളുകളെ ആർക്ക് വേണേലും കൂട്ടാം.
പക്ഷെ കാര്യം നടത്തുന്നതിലാണ് അതിന്റെ. ശബരിമല വിഷയത്തിൽ NSS സ്വീകരിച്ച നിലപാടിനെ പിന്തുണച്ച് SNDP യോഗവും രംഗത്ത് വന്നു. എല്ലാ കാര്യത്തിലും NSS സർക്കാരിനെ എതിർത്തിട്ടില്ലെന്നും വിഷയാധിഷ്ഠിത നിലപാടാണ് അവർ സ്വീകരിക്കുന്നതെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയല്ലേ? ഈ അദ്ദേഹത്തിന്റെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ എന്താണ്? ശബരിമലയിൽ ആചാരങ്ങൾ നടപ്പാകണം. ഞങ്ങൾ തന്നെ പറഞ്ഞത് സ്ത്രീ പ്രവേശനം പാടില്ല. ഇപ്പൊ ഗവൺമെന്റ് സ്ത്രീ പ്രവേശനം എന്നുള്ള ആശയം ഉപേക്ഷിച്ചു എന്നുള്ളതിനോട് ഉറപ്പ് കൊടുത്തു എന്നുള്ള അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുകയല്ലേ. ആഗോള അയ്യപ്പ സംഘത്തോട് തുടങ്ങിയ NSSുമായുള്ള ബന്ധം ദൃഢമാകുന്നതിൽ CPM സന്തോഷത്തിലാണ്. പിന്തുണ ആഘോഷിച്ച് തിരിച്ചടി ഉണ്ടാക്കേണ്ട കരുതലിലാണ് നേതൃത്വത്തിന്റെ പ്രതികരണം. അദ്ദേഹത്തിന്റെ നിലപാടിൽ നല്ല സ്വാഗതാർഹമായ ഒരു നിലപാട്, ഒപ്പം ഒരു സൃഷ്ടിപരമായ വിമർശനവും അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട് UDFനും BJPക്കും എതിരായി. സമദൂര നിലപാട് സ്വീകരിക്കുമ്പോഴും ശരിദൂരം വഴി UDFനോട് നല്ല ആഭിമുഖ്യം പുലർത്തിക്കുന്ന NSSന്റെ നിലപാട് മാറ്റത്തിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്ക് ആശങ്കയുണ്ട്. എന്നാൽ സമുദായ സംഘടനകളുടെ നിലപാടിനൊപ്പിച്ച് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാനാവില്ലെന്നാണ് പുതിയ നേതൃനിരയുടെ അഭിപ്രായം. എങ്കിലും എക്കാലവും മുന്നണിയെ പിന്തുണച്ച NSSനെ പിണക്കാനില്ല എന്നതാണ് പൊതുനിലപാട്. അല്ല, NSS ഒരിക്കലും കോൺഗ്രസിനെതിരായ ഒരു സ്റ്റാൻഡ് എടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പിന്നെ സാമുദായിക സംഘടനകൾക്ക് അവരുടെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ന്യൂനപക്ഷ വോട്ടുകളെ ഒപ്പം നിർത്താൻ ശ്രമിച്ച LDF ഇത്തവണ ഭൂരിപക്ഷ വോട്ടുകളിലാണ് ശ്രദ്ധ വെക്കുന്നത്. ഈ രാഷ്ട്രീയ നീക്കത്തിന് ശക്തി പകരുന്നതാണ് NSSന്റെ പിന്തുണ. 24 തിരുവനന്തപുരം. സംഘപരിവാർ സംഘടനകൾ പന്തളത്ത് നടത്തിയ ശബരിമല സംരക്ഷണ സംഗമത്തിലെ വിദ്വേഷ പ്രസംഗത്തിൽ ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ ശാന്താനന്ദക്കെതിരെ കേസ്. പന്തളം പോലീസിന്റേതാണ് നടപടി. വിശ്വാസം വ്രണപ്പെടുത്തുക, മതസ്പർദ്ധ ഉണ്ടാക്കുക തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. പന്തളം രാജകുടുംബാംഗവും CPIM നേതാവുമായ പ്രദീപ് വർമ്മ, DYFI കോൺഗ്രസ് നേതാവ് അനൂപ് VR തുടങ്ങിയവരാണ് പോലീസിൽ പരാതി നൽകിയത്. പരാതികൾ പരിശോധിച്ച് നിയമോപദേശം തേടിയ ശേഷമാണ് പോലീസ് നടപടി. ലൈംഗികാരോപണ വിവാദങ്ങൾ ഉയർന്ന ശേഷം ഇതാദ്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട്ടെത്തി. 38 ദിവസത്തിനു ശേഷമാണ് പാലക്കാട്ടേക്കുള്ള രാഹുലിന്റെ വരവ്. ആദ്യ ദിനം സ്വകാര്യ സന്ദർശനം മാത്രമായിരുന്നുവെങ്കിലും മണ്ഡലത്തിൽ സജീവമാകാനാണ് രാഹുലിന്റെ തീരുമാനം. രാഹുൽ പൊതുപരിപാടിയിൽ പങ്കെടുത്താൽ ശക്തമായ പ്രതിഷേധം എന്നാണ് DYFIയുടെയും BJPയുടെയും പ്രതികരണം. കഴിഞ്ഞ മാസം 17-ന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതാദ്യമായി സ്വന്തം മണ്ഡലത്തിലെത്തി. പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപത്തെ കോൺഗ്രസ് പ്രാദേശിക നേതാവിന്റെ വീട്ടിലാണ് ആദ്യമെത്തിയത്. ഇന്ന് സ്വകാര്യ പരിപാടികളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത്. വൈകിട്ട് 4:15 MLA ഓഫീസിലെത്തിയ രാഹുലിനെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ചു. ലൈംഗികാരോപണ വിവാദങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചില്ല. മണ്ഡലത്തിൽ സജീവമാകുമെന്ന് രാഹുൽ പറഞ്ഞു. അല്ല, ഇപ്പോൾ ഒന്നും പ്രതികരിക്കുന്നില്ല. വിശദമായിട്ട് തന്നെ കാണാം, വിശദമായിട്ട് തന്നെ സംസാരിക്കാം. ഞാൻ പറയുന്നതിനപ്പുറമാണല്ലോ വാർത്തകളൊക്കെ. ഇല്ലാണ്ടിരിക്കാൻ കാര്യം എന്താ? മുതിർന്ന നേതാക്കൾ രാഹുലിനെ പരസ്യമായി പിന്തുണയ്ക്കുന്നില്ലെങ്കിലും രാഹുലിനൊപ്പം പോകുന്ന പ്രാദേശിക നേതാക്കൾക്കെതിരെ നടപടിയുണ്ടാകില്ല. രാഹുലിന്റെ വരവിൽ കോൺഗ്രസിന്റെ പ്രതികരണം ഇങ്ങനെ: നിലവിലുള്ള MLA നല്ല പരിചയമുള്ള ആളുകളെ ഒരു നടപടിന്റെ പേരും കൊണ്ട് മുഖം തിരിച്ചു നടക്കേണ്ട കാര്യമില്ലല്ലോ, അത്രേ ഉള്ളൂ. MLA എന്ന നിലയിൽ പൊതുപരിപാടികളിൽ രാഹുൽ പങ്കെടുത്താൽ പ്രതിഷേധിക്കുമെന്ന് DYFIയും BJPയും അറിയിച്ചു. MLA ഓഫീസിന് സമീപം ചൂലുമായി എത്തി BJP പ്രതിഷേധിച്ചു. ഔദ്യോഗിക പരിപാടികളിൽ രാഹുൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് വലിയ സുരക്ഷയാണ് ഇവിടെ ഉറപ്പാക്കിയിട്ടുള്ളത്. പാലക്കാട് നിന്നും ക്യാമറാമാൻ രാജീവിനൊപ്പം ആയിഷത്തുൽ ഷംന, 24. ഭൂട്ടാനിൽ നിന്ന് നിയമവിരുദ്ധമായി വാഹനങ്ങൾ കടത്തിയ കേസിൽ അന്വേഷണത്തിന് EDയും കസ്റ്റംസിൽ നിന്ന് ED ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ശേഖരിച്ചു. വാഹന ഇടപാടുകൾക്ക് പിന്നിൽ സാമ്പത്തിക ക്രമക്കേടുണ്ട് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കം. വിഷയത്തിൽ നടൻ ദുൽഖർ സൽമാന് കസ്റ്റംസ് നോട്ടീസ് അയക്കും. കാർ വിൽപ്പനയിലൂടെ കോടികൾ മറിഞ്ഞു എന്ന നിഗമനത്തിലാണ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇടപെടൽ. FEMA PMLA നിയമങ്ങൾ പ്രകാരമുള്ള കുറ്റങ്ങൾ വാഹനക്കടത്തിൽ നിലനിൽക്കുമോ എന്നാണ് പരിശോധിക്കുന്നത്. വാഹന ഇടപാടുകളിലൂടെ ലഭിച്ച തുക ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നുവെന്ന കസ്റ്റംസ് വെളിപ്പെടുത്തലിൽ കൂടുതൽ കേന്ദ്ര ഏജൻസികൾ വിവരങ്ങൾ തേടും. വാഹനങ്ങൾ കടത്തിയ കേസിൽ നടൻ ദുൽഖർ സൽമാന് കസ്റ്റംസ് ഇന്ന് സമൻസ് നൽകും. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ അടക്കമുള്ള എല്ലാ രേഖകളും ഹാജരാക്കണമെന്ന് നിർദ്ദേശവും നൽകും. കൃത്യമായി രേഖകൾ ഹാജരാക്കിയില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് കടക്കാനാണ് കസ്റ്റംസ് തീരുമാനം. ദുൽഖറിന്റെ 2 വാഹനങ്ങൾ കൂടി കസ്റ്റംസ് നിരീക്ഷണത്തിലാണ്. അതേസമയം തന്റെ പേരിലുള്ള ഒരു വാഹനം മാത്രമാണ് പിടിച്ചെടുത്തത് എന്ന് അമിത് ചക്കാലക്കൽ ആവർത്തിച്ചു. 5 വണ്ടി ഗരാജിൽ കിടന്ന വണ്ടികൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. എന്റെ ഉൾപ്പെടെ 7 വണ്ടി. എന്റെ ഒറ്റ വണ്ടിയുള്ളൂ.
MP09W1522 എന്ന് പറയുന്ന ലാൻഡ് ക്രൂസർ 1999 ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത ഒറ്റ വാഹനമുള്ളൂ എൻ്റെ. പിടിച്ചെടുത്ത ആഡംബര വാഹനങ്ങൾ ഉടമകൾക്ക് തന്നെ കസ്റ്റംസ് വിട്ടുനിൽക്കും. സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ നോട്ടീസ് നൽകാനാണ് കസ്റ്റംസിന്റെ തീരുമാനം. നിയമ നടപടികൾ അവസാനിക്കും വരെ ഇവ ഉപയോഗിക്കാൻ അനുവദിക്കില്ല. കുറ്റം തെളിഞ്ഞാൽ വാഹനങ്ങൾ കണ്ടുകെട്ടും. അന്വേഷണത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചെങ്കിലും കസ്റ്റംസ് കമ്മീഷണർ പ്രതികരിച്ചില്ല. 24 കൊച്ചി. ആത്മഹത്യ ചെയ്ത വയനാട് DCC മുൻ ട്രഷറർ NM വിജയന്റെ സാമ്പത്തിക ബാധ്യത തീർത്ത് KPCC. സുൽത്താൻ ബത്തേരി ഏർബൻ ബാങ്കിലെ 60 ലക്ഷം രൂപയുടെ കുടിശ്ശിക അടച്ചു തീർത്തു. പറഞ്ഞ കാര്യം നീതിപൂർവമായി കോൺഗ്രസ് പൂർത്തീകരിച്ചെന്ന് കൽപ്പറ്റ MLA T സിദ്ദിഖ് 24നോട് പറഞ്ഞു. ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നാണ് NM വിജയന്റെ കുടുംബത്തിന്റെ പ്രതികരണം. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് വയനാട് മുൻ DCC ട്രഷറർ NM വിജയനും മകൻ ജിജേഷും ആത്മഹത്യ ചെയ്തത്. ബത്തേരിയിലെ സഹകരണ ബാങ്കുകളിലെ നിയമനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കളുടെ അറിവോടെ പാർട്ടിക്കായി പണം വാങ്ങിയെന്നും എന്നാൽ നിയമനം നടക്കാതെ വന്നപ്പോൾ ബാധ്യത മുഴുവൻ തന്റെ തലയിലായി എന്നുമാണ് NM വിജയൻ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നത്. ഏറ്റെടുത്ത കടം അടച്ചു തീർക്കുമെന്ന് KPCC പ്രസിഡന്റ് വയനാട്ടിൽ പ്രഖ്യാപിച്ചിരുന്നു. കടം അടച്ചു തീർക്കാത്തതിനെ തുടർന്ന് വിജയന്റെ മരുമകൾ DCC ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹമിരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് വിവാദമായിരുന്നു. പിന്നാലെയാണ് കൂടുതൽ വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും മുൻപ് KPCC കുടിശ്ശിക അടച്ചു തീർത്തത്. അത് ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് KPCC അയച്ചിട്ടുണ്ട്. 59,23,000 സംതിങ് വരും. പാർട്ടി പറഞ്ഞ തീയതികൾ ലംഘിച്ചപ്പോഴാണ് പരസ്യപ്രതികരണം നടത്തേണ്ടി വന്നതെന്ന് NM വിജയന്റെ മരുമകൾ പത്മജ. അച്ഛൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പാർട്ടിക്ക് വേണ്ടി വെച്ചിട്ടുള്ള ബാധ്യതയാണ് എന്നുള്ളത്. അതുകൊണ്ട് അത് ഞങ്ങൾക്ക് കിട്ടേണ്ടത് എന്റെ കുടുംബത്തിന്റെ ആവശ്യമാണ്. പറഞ്ഞ കാര്യങ്ങൾ കോൺഗ്രസ് പൂർത്തീകരിച്ചെന്ന് കൽപ്പറ്റ MLA T സിദ്ദിഖ്. പാർട്ടി നേരത്തെ സംസാരിച്ച് ടേക്ക് ഓവർ ചെയ്തതാണ്. ആ ബാധ്യത പൂർണ്ണമായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് അടച്ചു തീർക്കുകയുണ്ടായി. ഷഫീദ് റൌത്തർ 24 തിരുവനന്തപുരം. പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പെൺകുട്ടികളുടെ പരാതിയിൽ ഡൽഹി ശ്രീ ശാരദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഡയറക്ടർക്കെതിരെ കേസ്. പാർത്ഥസാരഥി എന്ന സ്വാമി ചൈതന്യാനന്ദക്കെതിരെയാണ് കേസെടുത്തത്. ലൈംഗിക ചുവയോടെ സംസാരിച്ചെന്നും കടന്നുപിടിച്ചെന്നും ചൂണ്ടിക്കാട്ടി 17 പെൺകുട്ടികളാണ് പരാതി നൽകിയത്. സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കുഞ്ചിലാണ് ശൃംഗേരി ശ്രീ ശാരദാ പീഠത്തിന് കീഴിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നത്. ഇവിടെ സ്കോളർഷിപ്പ് ലഭിച്ച് PG ഡിപ്ലോമ കോഴ്സ് ചെയ്യുന്നത് പിന്നോക്ക അവസ്ഥയിലുള്ള 32 പെൺകുട്ടികൾ. ഇതിൽ 17 പേരാണ് ഡയറക്ടർ കൂടിയായ സ്വാമി ചൈതന്യാനന്ദക്കെതിരെ മൊഴി നൽകിയത്. അശ്ലീല ചൊവ്വയോടെ മെസ്സേജ് അയച്ചു, കടന്നുപിടിച്ചു എന്നിങ്ങനെയാണ് പരാതി. കുട്ടികളെ റൂമിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നത്, ഫ്രീയായി വിദേശത്തേക്ക് ടൂർ കൊണ്ടുപോകാമെന്ന് പറയുന്ന ചാറ്റുകളുടെ വിവരങ്ങളും ഇതിനിടയിൽ പുറത്തുവന്നു. വഴങ്ങിയില്ലെങ്കിൽ പരീക്ഷയ്ക്ക് തോൽപ്പിക്കുമെന്ന കുട്ടികളെ ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നതായും വിവരമുണ്ട്. ആശ്രമത്തിലെ വനിതാ ജീവനക്കാരും ഡയറക്ടറുടെ ഇംഗിതത്തിന് വഴങ്ങാൻ നിർബന്ധിച്ചതായും പെൺകുട്ടികൾ ആരോപിച്ചു. സ്ഥാപനത്തിലെ വാർഡനാണ് ഇടനിലക്കാരനായി പ്രവർത്തിച്ചത്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പോലീസ് സ്ഥാപനത്തിൽ പരിശോധന നടത്തി. ചൈതന്യാനന്ദ ഉപയോഗിച്ചിരുന്ന വോൾവോ കാറിലെ നമ്പർ പ്ലേറ്റ് വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തി. നയതന്ത്ര ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്ന നമ്പർ പ്ലേറ്റാണ് വാഹനത്തിലുണ്ടായിരുന്നത്. CCTVയും പോലീസ് പരിശോധിച്ചു. പ്രതി ആഗ്രയിലേക്ക് കടന്നതായാണ് വിവരം. പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേസിന്റെ പശ്ചാത്തലത്തിൽ ഇയാളെ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ശ്രീ ശാരദാ പീഠം അധികൃതർ നീക്കി. പ്രതി നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് വ്യക്തമാക്കി. സ്വമേധയാ കേസെടുത്ത ദേശീയ വനിതാ കമ്മീഷൻ ഡൽഹി പോലീസ് കമ്മീഷണറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. 24 ഡൽഹി. ഇനി ഇന്നത്തെ ചില ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. മഹാരാഷ്ട്രയിലെ ചന്ദ്രാപൂരിൽ നീറ്റ് പരീക്ഷയിൽ 99.99% മാർക്ക് നേടിയ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. അനുരാഗ് ബോർക്കർ എന്ന വിദ്യാർത്ഥിയാണ് ആത്മഹത്യ ചെയ്തത്. തനിക്ക് ഡോക്ടർ ആകേണ്ട എന്നാണ് ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിന്നാക്ക വിഭാഗങ്ങൾക്ക് 10 ന്യായ് വാഗ്ദാനങ്ങളുമായി ഇന്ത്യ സഖ്യം. അതിക്രമം തടയൽ നിയമം, സംവരണ പരിധി ഉയർത്തൽ തുടങ്ങിയവയാണ് വാഗ്ദാനങ്ങൾ. രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖർഗെ, RJD നേതാവ് തേജസ്വി യാദവ് തുടങ്ങിയവർ ചേർന്നാണ് പത്രിക പുറത്തിറക്കിയത്. തമിഴ്നാട് സർക്കാരിന്റെ MS സുബ്ബുലക്ഷ്മി പുരസ്കാരം KJ യേശുദാസിന്. സംഗീത മേഖലയിലെ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് പുരസ്കാരം. കലൈമാമണി പുരസ്കാരം ഗായിക ശ്വേത മോഹന്. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് പൈലറ്റ്സ് അസോസിയേഷൻ വ്യോമയാന മന്ത്രാലയത്തിന് കത്തയച്ചു. ഇപ്പോൾ ഒരു വാർത്ത വരുന്നത് മലപ്പുറം അരീക്കോട് നിന്നാണ്. ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊന്നു എന്നതാണ് വാർത്ത. വടശ്ശേരി സ്വദേശി രേഖയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് വിപിൻ ദാസ് പോലീസ് കസ്റ്റഡിയിലാണ്. സമീർ ബിൻ കരീം വിവരങ്ങളുമായി. സമീർ, എന്താണ് ഇതിന് കാരണം? കൂടുതൽ വിശദാംശങ്ങൾ അറിയാമോ?
അനുജ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ആ സംഭവം നടക്കുന്നത്. അരീക്കോട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വടശ്ശേരിയിലാണ് സംഭവം. ഈ വാടക ക്വാർട്ടേഴ്സിലാണ് രേഖയും ഭർത്താവ് വിപിൻ ദാസും താമസിക്കുന്നത്. ഇവർ ഓടക്കയം സ്വദേശികളാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു തർക്കമുണ്ടാവുകയും വിപിൻ ദാസ് അതിനിടെ ഈ രേഖയെ കത്തിയെടുത്ത് വെട്ടി കൊലപ്പെടുത്തുകയുമായിരുന്നു എന്നുള്ളതാണ് ഈ പ്രദേശവാസികളും പോലീസും ഒക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ഭർത്താവിനെ നിലവിൽ അരീക്കോട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ഇയാൾക്കും ദേഹത്ത് പരിക്കേറ്റിരിക്കുകയാണ്. ഇയാൾ സ്വയം പരിക്കേൽപ്പിച്ചതാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഇയാളെ നിലവിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈയാൾക്കെതിരെ ഈ വിപിൻ ദാസിനെതിരെ നേരത്തെ പോക്സോ കേസൊക്കെ തന്നെ നിലവിലുള്ളയാളാണ്. നിരവധി മറ്റു കേസുകളും ഉണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ രേഖയ്ക്കും ഭർത്താവിനും ഇടയിൽ നേരിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് പോലീസ് പറയുന്നത്. അത്തരമൊരു തർക്കമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. മലപ്പുറം അരീക്കോടാണ് ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊന്നത്. ഭർത്താവ് പോലീസ് കസ്റ്റഡിയിലാണ്. മറ്റൊരു വാർത്ത വരുന്നത് കൊച്ചിയിൽ നിന്നാണ്. വീണ്ടും വൻ ഓൺലൈൻ തട്ടിപ്പ് നടന്നിരിക്കുന്നു. ഷെയർ ട്രേഡിംഗിലൂടെ 1.11 കോടി രൂപ തട്ടിയെടുത്തു എന്നാണ് പരാതി. പാലക്കാട് സ്വദേശി പ്രേമചന്ദ്രൻ നമിലിയാണ് പരാതി നൽകിയത്. ശ്യാംകുമാർ വിശദാംശങ്ങളുമായി. ശ്യാംകുമാർ, ഇതിനു മുൻപ് നമ്മൾ ഇതുപോലെ വലിയൊരു തട്ടിപ്പ്, ഷെയർ ട്രേഡിംഗ് തട്ടിപ്പിന്റെ വാർത്തയൊക്കെ നൽകിയതാണ്. വീണ്ടും സമാന തട്ടിപ്പാണ് നടന്നത്. ആരാണ് പിന്നിൽ, കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? വിശദാംശങ്ങൾ. അനുജ, 3 പേർക്കെതിരായിട്ടാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. കഴിഞ്ഞ 6 മാസത്തിനിടെ നടത്തിയ തട്ടിപ്പിലൂടെ 27 തവണയായിട്ട് ഈ പാലക്കാട് സ്വദേശിയുടെ അക്കൗണ്ടിലുണ്ടായിരുന്ന 1,11,00,000 രൂപ തട്ടിയെടുത്തു എന്നുള്ളതാണ് പരാതി. കൊച്ചി സൈബർ പോലീസ് സ്റ്റേഷനിലാണ് പരാതി ലഭിച്ചിരിക്കുന്നത്. ഈ പരാതിയിലാണ് ഇയാളുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന 1,11,00,000 രൂപ 27 തവണയായി തട്ടിയെടുത്തു എന്ന പരാതി നൽകിയിരിക്കുന്നത്. ഏതായാലും പോലീസ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തുടരന്വേഷണം നടക്കുകയാണ്. കേരളത്തിലുള്ള ആളുകൾക്കും ഈ തട്ടിപ്പിൽ പങ്കുള്ളതായിട്ടാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. കൊച്ചിയിൽ വീണ്ടും വൻ ഓൺലൈൻ തട്ടിപ്പ്, ഷെയർ ട്രേഡിംഗിലൂടെയാണ് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തുവെന്ന പരാതി പാലക്കാട് സ്വദേശി നൽകിയത്. ലോയേഴ്സ് കോൺഗ്രസ് മുൻ നേതാവ് അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരനെതിരെ ആലുവ സ്വദേശിയായ നടി നൽകിയ പീഡന പരാതി വ്യാജമെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട്. പരാതിക്ക് കാരണം മുൻ വൈരാഗ്യമെന്നും കേസ് അവസാനിപ്പിക്കണമെന്നും പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. എറണാകുളം സെൻട്രൽ പോലീസ് എടുത്ത കേസിലാണ് റഫർ റിപ്പോർട്ട് നൽകിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു നടിയുടെ പരാതി. തമിഴ്നാട്ടിലെ വെല്ലൂരിൽ 4 വയസ്സുകാരനെ പിതാവിന്റെ മുന്നിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി. ഗുഡിയാത്തം കാമാച്ചിയമ്മൻപെട്ട് സ്വദേശി യോഗേഷിനെയാണ് തട്ടിക്കൊണ്ടുപോയത്. കാറിലെത്തിയ സംഘം 30 കിലോമീറ്റർ അകലെ കുട്ടിയെ ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞു. ഉച്ചയ്ക്ക് 12:30 അച്ഛൻ വേണുമൊത്ത് സ്കൂളിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ എത്തിയതായിരുന്നു 4 വയസ്സുകാരൻ യോഗേഷ്. ഇവർ വരുമ്പോൾ തന്നെ വീടിനോട് ചേർന്ന് കർണാടക രജിസ്ട്രേഷനിലുള്ള കാർ നിർത്തിയിട്ടിരിക്കുന്നതായി CCTV ദൃശ്യങ്ങളിൽ കാണാം. അച്ഛൻ സ്കൂട്ടർ പാർക്ക് ചെയ്യാൻ പോയ തക്കത്തിന് ഹെൽമറ്റ് വെച്ച ഒരാൾ കുട്ടിയെ കാറിലേക്ക് വലിച്ചു കയറ്റി. തടയാനെത്തിയ വേണുവിന്റെ മുഖത്ത് മുളകുപൊടി എറിഞ്ഞു. ഞൊടിയിടയിൽ കുട്ടിയുമായി സംഘം കടന്നുകളഞ്ഞു. വിവരമറിഞ്ഞെത്തിയ ഗുഡിയാത്തം പോലീസ് തൊട്ടടുത്തുള്ള ജില്ലകളിലടക്കം തെരച്ചിൽ നടത്താൻ നിർദ്ദേശം നൽകി. 2 മണിക്കൂർ ശേഷം കാമാച്ചിയമ്മൻപേട്ടിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയുള്ള മദനൂരിൽ കുട്ടിയെ ഉപേക്ഷിച്ച് സംഘം കടന്നുകളഞ്ഞു. ജില്ലാ അതിർത്തികളിൽ പോലീസ് പരിശോധന ശക്തമാക്കി. കുട്ടിയുടെ മാതാപിതാക്കളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടുന്നുണ്ട്. 24 ചെന്നൈ. 24 ഇന്നലെ പുറത്തു കൊണ്ടുവന്ന വാർത്തയുടെ ഫോളോ അപ്പ് വാർത്തയാണ്. ഇനി കൊല്ലം കണ്ണനല്ലൂരിലെ പോലീസ് കള്ളക്കളിക്ക് കൂടുതൽ തെളിവുകൾ. നിരണം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KP പുന്നൂസിനെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് എത്തിയത് പരാതിക്കാരന്റെ വാഹനത്തിലാണ്. ചെക്ക് കേസിൽ ജാമ്യത്തിൽ വിടണമെങ്കിൽ പരാതിക്കാരന് പണം നൽകണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടതിനും രേഖകൾ 24 ലഭിച്ചു. 24 ബിഗ് ബ്രേക്ക്. ഫിലിപ്പീൻസിലും തായ്വാനിലും നാശം വിതച്ച റഗാസ കൊടുങ്കാറ്റ് ചൈനയുടെ തീരം തൊട്ടു. മുൻകരുതലായി ചൈന 20 ലക്ഷം പേരെ പ്രദേശത്ത് നിന്ന് ഒഴിപ്പിച്ചിരുന്നു. തായ്വാനിൽ 17 പേരും ഫിലിപ്പീൻസിൽ 4 പേരും കൊല്ലപ്പെട്ടു. ഏഷ്യാകപ്പ് സൂപ്പർ 4-ൽ ടീം ഇന്ത്യയ്ക്ക് ഇന്ന് 2ാം മത്സരം. രാത്രി 8-ന് ദുബൈയിൽ നടക്കുന്ന മത്സരത്തിൽ ബംഗ്ലാദേശാണ് എതിരാളികൾ. അപരാജിത കുതിപ്പ് തുടർന്ന് ഫൈനൽ ഏറെക്കുറെ ഉറപ്പാക്കുകയാണ് സൂര്യകുമാർ യാദവിന്റെയും സംഘത്തിന്റെയും ലക്ഷ്യം. സൂപ്പർ 4-ലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചിരുന്നു. ശ്രീലങ്കയെ വീഴ്ത്തി ബംഗ്ലാദേശും ജയത്തോടെയാണ് സൂപ്പർ 4 തുടങ്ങിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.